പുതിയവിള ദേശാഭിമാനി വായനശാലയിൽ വേനൽ പച്ച അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. 4 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. ആലപ്പുഴ SD കോളേജ് പ്രൊഫസർ ഡോക്ടർ സജിത് ഏവൂരത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് 15-ന് സമാപിക്കും. പുതിയവിള ദേശാഭിമാനി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വേനൽ പച്ച കുട്ടികളുടെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. പുതിയവിള പേരാത്ത് ജംഗ്ഷന് സമീപമുള്ള 806 നമ്പർ NSS കരയോഗ മന്ദിരത്തിൽ ഗാനരചയിതാവും കവിയും ആലപ്പുഴ SD കോളേജ് മലയാള വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സജിത് ഏവൂരത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ടായിരിക്കുന്ന ഇത്രയൊക്കെ വളരെ ഗംഭീരമായ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലൈബ്രറി, പല ലൈബ്രറി ഉണ്ട്. ഞാനൊരു ലൈബ്രറിയുടെ പ്രസിഡന്റാണ്, സന്തോഷ് സാറിന് അറിയാം. പക്ഷെ ഞങ്ങളുടെ ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സെക്രട്ടറിയുടെ പോക്കറ്റിലാണ്. ലൈബ്രറി നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ലൈബ്രറി ശൂന്യമാണ്. എന്നുവെച്ചാൽ എവിടെയോ അരൂപൻ, ഈശ്വരനെ പോലെയാണ് ലൈബ്രറി, അരൂപനാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പൊ അങ്ങനെ ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെയും ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസും ഒക്കെ തുറക്കുക എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. പുതിയവളല്ലേ, കണ്ടക്കൂർ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ആർക്കും എടുക്കാം എന്നാണ്. അപ്പൊ ഞങ്ങളൊക്കെ എടുക്കാം. ലൈബ്രറി വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാരി പിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പഴയ MP ആയിട്ടുള്ള S രാമചന്ദ്രൻ ചിന്ത പബ്ലിക്കേഷൻസിന്റെ 250 പുസ്തകങ്ങൾ ലൈബ്രറികൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 2000-ഓളം പുസ്തകങ്ങൾ വായനശാലയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടാതെ നിരവധി ആൾക്കാർ നമുക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ലൈബ്രറി പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ രാവിലെ 10 മണിക്ക് കൃത്യമായി തുടങ്ങുന്ന വായനശാല അപൂർവമാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ അവിടെ ആളുണ്ടാകും. ഓൺലൈൻ സൗകര്യങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. ഒരു ഫീസും വാങ്ങാറില്ല. നാട്ടിൽ പിരിവുകൊള്ളാൻ നടത്താറുമില്ല. പക്ഷെ അടങ്ങി തരുന്ന ചില ആൾക്കാരുടെ സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്യും. അത്തരത്തിൽ നമുക്ക് വായനശാലയുടെ പ്രവർത്തനം കുറച്ചുകൂടി ജനകീയമാക്കാനുള്ള പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്യുന്നത്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് G സന്തോഷ് കുമാർ കുട്ടികളുമായി സംവദിച്ചു. ലൈബ്രറി സെക്രട്ടറി S രാജേഷ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം രാധിക മുരളി, ലൈബ്രറി കൗൺസിൽ ബാലവേദി കൺവീനർ MK പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ഷാജി മാരൂർ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ് നയിച്ചു. 4 ദിവസമായുള്ള ക്യാമ്പിൽ നാടക കളരി, നാടൻപാട്ട്, ചിത്രരചന, ക്ലേ മോഡലിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും. വേനൽ പച്ച ക്യാമ്പിന്റെ ഭാഗമായി പഠന വിനോദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.